ഹലോ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ബാങ്കോക്കിലാണ്. നമ്മൾ പട്ടായയിൽ നിന്ന് നേരെ ബാങ്കോക്കിലേക്ക് വന്നു. ബാങ്കോക്കിൽ നമ്മള് ഫുഡിന്റെ സ്ട്രീറ്റിലാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. നമ്മളങ്ങനെ ഇന്ന് കുറച്ച് ഫുഡുകളുടെ ഐറ്റംസുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ നേരെ അവിടുത്തെ ടുക് ടുക് ഓട്ടോ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത ഓട്ടോറിക്ഷന്റെ അതേപോലത്തെ ഒരു വേറൊരു മോഡല് അങ്ങനത്തെ വണ്ടിയിൽ കയറിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയോണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളവിടെ എത്തി. പിന്നെ ഫുഡിന്റെ സ്ട്രീറ്റുകളിൽ കാണുന്ന ഫുഡുകളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാനൊക്കെ തുടത്തി. ആദ്യം നമ്മൾ കുറേ ഫുഡുകളൊക്കെ ഇങ്ങനെ കണ്ട്, ഒരുപാട് വെറൈറ്റി ഐറ്റംസുകളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട് കേട്ടില്ലേ, എല്ലാ ഐറ്റംസ് ഉണ്ട്. പന്നിയുണ്ട്, കോഴിയുണ്ട്, ചിക്കൻ്റെ തല, താറാവ്, കോഴിയുടെ കാല് വരെ ഉണ്ട്. എല്ലാ ഐറ്റംസുകളും ഉണ്ട്. ചെമ്മീനായിട്ടും കൂന്തളായിട്ടും പിന്നെ എന്തൊക്കെയോ ഒരു കീമ പോലത്തെ എന്തോ സംഭവം റൗണ്ട് ചെയ്ത് വെച്ചിരിക്കണ്, മൈൻസ് ചെയ്ത ചിക്കനും മട്ടനും അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ, കബാബ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഒരുപാട് ഐറ്റംസുകളുണ്ട്. പിന്നെ സമുദ്രസദ്യ എന്നൊക്കെ പറയുന്ന മാതിരി എന്തോ ഒരു സംഭവങ്ങള്, തായ്ലാൻഡിലത്തെ ഒരു വെറൈറ്റി ഐറ്റംസ്, നീരാളിയുടെ എന്തൊക്കെയൊക്കെ കുറെ ഐറ്റംസുകൾ. അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. ഒരുപാട് ഐറ്റംസുകളുണ്ട്. നമ്മളങ്ങനെ ഏകദേശം എല്ലാ കടകളിലൊക്കെ കയറി. അവിടെയുള്ള സാധനങ്ങളൊക്കെ, സമൂസ, എല്ലാ ഐറ്റംസുകളും ഉണ്ട്. പരിപ്പുവട പോലത്തെ എന്തോ സാധനങ്ങൾ, പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ച കുറെ ഐറ്റംസുകൾ, കോൺ പുഴുങ്ങിയത്, ഇൻഡോമി, പിന്നെ വേറെ എന്തൊക്കെയോ സംഭവങ്ങള്, അങ്ങനെ എന്തൊക്കെയൊക്കെ പേരറിയാത്ത കുറെ സാധനങ്ങള് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് ഷോപ്പുകളുണ്ട്. നമ്മുടെ നാട്ടിലത്തെ തട്ടുകട പോലെ അടുത്തടുത്തടുത്തടുത്ത് തട്ടുകടകളാണ് അങ്ങനെയൊക്കെ. പിന്നെ കൊക്കക്കോള അവിടെ ഇട്ടിട്ട് എന്തോ ഐസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എന്തൊക്കെയൊക്കെ ഇങ്ങനെ കറക്കിയും കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തൊട്ടിപ്പുറത്തേക്ക് വന്നു. തായ്ലാൻഡത്തെ എന്തോ ഒരു സ്പെഷ്യൽ സംഭവമാണിത്, റൊട്ടി ബനാന എന്ന് പറയുന്നതിന്. നമ്മുടെ നാട്ടിലത്തെ പൊറോട്ട പോലെ ഇങ്ങനെ മാവ് അടിച്ചു കുഴച്ച് ഇതാക്കി സെറ്റാക്കിയിട്ട് ഏകദേശം പൊറോട്ടന്റെ പോലെ തന്നെ, പിന്നെ ചട്ടിയിൽ വെച്ചിട്ട് അതിൽ കുറെ എന്തൊക്കെ ബട്ടറും പിന്നെ മധുരമുള്ള എന്തൊക്കെയോ കുറെ സാധനങ്ങൾ അതിലിട്ടിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ പാടെ വെച്ച് സെറ്റാക്കിയിട്ട് കുറെ നേരം ഇങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ എന്തോ സാധനങ്ങളിട്ട് സെറ്റാക്കിയിട്ട് തരുന്ന ഐറ്റാണ്. അങ്ങനെ തന്നെ അവര് കമ്പനി ആയപ്പോഴത്തേനും പിന്നെ ടാറ്റയൊക്കെ തന്ന അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത്. പിന്നെ കാഷ്യൂ അങ്ങനെയുള്ള നട്ട്സുകളൊക്കെ ആയിട്ട് കുറച്ച് ഐറ്റംസുകൾ അങ്ങനെ വെച്ചിട്ടുണ്ട് തൊട്ടുപുറത്ത്. നമ്മളങ്ങനെ ചില ചില ഫുഡുകളൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് അവിടുന്ന്. അത്യാവശ്യം തിരക്കായി തുടത്തി. അത്യാവശ്യം നല്ല ഒരു 6 മണി ആ സമയം കഴിക്കണം ഇപ്പോൾ. പിന്നെ നമ്മളവിടുന്ന് മാംഗോ ആൻഡ് സ്റ്റിക്കി റൈസ് പറഞ്ഞൊരു സംഭവം കൂടെയും കഴിച്ചിട്ട് നമ്മൾ പിന്നെ അവിടുന്ന് യാത്ര തിരിച്ചു. അപ്പൊ ഇനി അടുത്ത രാജ്യം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.